ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ബി ജെ രാജസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പത്യസാന്ദ്രമായ ഒരു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ശബരിമലയാണ്. രാവിലെ ഇറങ്ങിയ സമയത്ത് ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇവിടെ വന്ന് തൊഴുതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 7 വർഷത്തിന് ശേഷമാണ്, കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ശബരിമലയ്ക്ക് എത്താൻ പറ്റിയത്. ഭഗവാന്റെ അനുഗ്രഹം. അങ്ങനെ ഇപ്രാവശ്യം വന്ന് നന്നായിട്ട് തൊഴുതു. മെയിനായിട്ട് കുഞ്ഞു പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. ഇവിടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞു പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ ചോറൊക്കെ കൊടുത്തു. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോയിൽ ആദ്യം മുതലുള്ള കാര്യങ്ങളൊന്ന് കണ്ടിട്ട് വരും. അപ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വഴിയെ പറയാം. നേരെ വീഡിയോയിലേക്ക്. സ്വാമി ശരണം. അപ്പോൾ രാവിലെ 4 മണിയോടുകൂടെ തന്നെ അച്ഛൻ രാവിലെ കെട്ടുനിറ ആരംഭിച്ചു. അച്ഛൻ തന്നെയാണ് ഗുരുസ്വാമി. അങ്ങനെ നമ്മുടെ മെയിനായിട്ട് ഇപ്രാവശ്യം മലയ്ക്ക് പോകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം 8 വർഷത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ മലയ്ക്ക് പോകുന്നത്. ഞാനും അച്ഛനും അനിയനും ഇതുവരെ ഇതിനിടയ്ക്ക് പോയിട്ടില്ലായിരുന്നു. പെട്ടെന്നൊരു പ്ലാൻ ചെയ്ത ഒരു സംഭവമാണ് ഈ ഒരു മലയ്ക്ക് പോകൽ. കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്രാവശ്യം നമ്മൾ മെയിനായിട്ട് പോകുന്നത്. അങ്ങനെ ഏകദേശം 4 മണിയോടുകൂടി നമ്മൾ കെട്ടുനിറ ആരംഭിച്ചു. അതായത് നമ്മൾ പ്ലാൻ എന്ന് പറയുന്നത് ഏകദേശം 5 മണിയോടുകൂടി ഇവിടുന്ന് ഇറങ്ങി ഒരു മണി വരെയാണ് നമുക്ക് അവിടെ ചോറ് കൊടുക്കുന്ന ചടങ്ങുള്ളത്. അപ്പോൾ 7:45 തൊട്ട് 1 മണി വരെ. അപ്പോൾ അതിനകത്ത് നമുക്ക് അവിടെ എത്തി ചോറ് കൊടുത്തിട്ട് തിരിച്ചു വരണം എന്നുള്ള പ്ലാനിനാണ് ബാക്കിയുള്ള എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ രാവിലെ തന്നെ കെട്ട് നിറച്ചു. സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി ഇല്ലാളി സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി സ്വാമിമാരെ അയ്യപ്പന്മാരെ സ്വാമിമാരെ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരുടെ കെട്ട് സ്വാമിയുടെ കെട്ട്. അങ്ങനെ ഏകദേശം 8:15 8:30 നമ്മൾ പമ്പയിലെത്തി ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ഫാമിലിയെ ഒന്ന് സേഫായിട്ട് ഒരിടത്ത് ആക്കിയിട്ട് വേണം നമുക്ക് മല ചവിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മുമ്പ് അനിയൻ വർക്ക് ചെയ്തിരുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഒരു സ്ഥലത്ത് സേഫാക്കി അവിടെ ഇരുത്തി. എന്നിട്ട് നമ്മൾ പതുക്കെ മല കയറി. ഇപ്പോൾ മല കയറി തുടങ്ങി. അപ്പുക്കുട്ടൻ എൻ്റെ കയ്യിലും പാറുക്കുട്ടി അനിയൻ്റെ കയ്യിലുമാണ്.
ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പെസഹ വ്യാഴമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവധിയും കൂടെ ആയിരുന്നു. പിന്നെ സ്കൂൾ അടച്ചേക്കാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പതുക്കെ അധികം സ്ട്രെയിനൊന്നും എടുക്കാതെ പതുക്കെ നമ്മളിപ്പോൾ കയറി നമ്മളിപ്പോൾ അപ്പാച്ചിമേടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. വഴിപാട് സമർപ്പിക്കുക. ഇഷ്ട വഴിപാടായ ഉണ്ട വഴിപാട് അപ്പാച്ചിമേട്ടിൽ സമർപ്പിക്കുക. സ്വാമി അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തർക്ക് അപ്പാച്ചിമേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിച്ചു പോകാം. അപ്പൂട്ടൻ കുറച്ച് നേരം നമ്മുടെ കൈയൊക്കെ പിടിച്ച് നടന്നായിരുന്നു. അവൻ ഫുൾ ആക്റ്റീവാണ്. പാറക്കുട്ടി അങ്ങോട്ട് കയറിയ സമയത്ത് ഫുള്ള് ഉറക്കമായിരുന്നു. രാവിലെ ഏകദേശം 9 മണിയോട് കൂടിയാണ് നമ്മൾ മല കയറാൻ ആരംഭിച്ചത്. ഏകദേശം 1.25 മണിക്കൂർ കൊണ്ട് നമ്മൾ സന്നിധാനത്തോട്ട് എത്തിയിട്ടുണ്ട്. നല്ല തിരക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോറസ്റ്റ് IBയിലാണ്, ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലാണ്. അപ്പോൾ അനിയൻ്റെ കെയർ ഓഫിൽ നമുക്ക് ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ 18-ാം പടി ചവിട്ടി നമ്മളിപ്പോൾ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിൽ വലത് സൈഡിലായിട്ടാണ് നമ്മുടെ ഈ ചോറ് കൊടുക്കുന്ന ചടങ്ങ് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ അനിയൻ്റെ ഒരു ഫ്രണ്ട്സ് കാരണം കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് നമ്മൾ പെട്ടെന്ന് തന്നെ തൊഴാൻ പറ്റി. തൊഴുത് കഴിഞ്ഞ് നമ്മളിപ്പോൾ നമ്മുടെ നെയ്യഭിഷേകത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പുള്ളിയാണ് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. നമ്മൾ മുകളിലോട്ട് കയറ്റിയതും ഈ ഒരു തിരക്കിനിടയിൽ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് ക്യൂവിലൊക്കെ നിന്ന് കയറാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അങ്ങനെ അയ്യപ്പൻ്റെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ മാളികപ്പുറം ക്ഷേത്രത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ മാളികപ്പുറത്ത് ആ ഒരു ക്ഷേത്രത്തിൻ്റെ അവിടെ തന്നെ തേങ്ങ ഉരുട്ടുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ കുഞ്ഞു പിള്ളേരുടെ തലക്കൊഴിഞ്ഞ് നമ്മൾ തേങ്ങ ഉരുട്ടാൻ വേണ്ടി പോവുകയാണ്. ഒരു സ്വാമിഭക്തന്റെ കുടുംബാവശ്യത്തിന് വായിച്ചറിയിക്കുന്നത് വീണ്ടും വരുന്നവരെന്താണ് അങ്ങനെ അവിടെയുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഫോറസ്റ്റ് IBയിലോട്ട് പോവുകയാണ്. അവിടെയാണ് നമ്മൾ ബാഗ് അവിടെ വെച്ചിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് അവിടെ നിന്ന് ബാഗ് എടുത്തിട്ട് വേണം നമുക്ക് തിരിച്ച് നടന്ന് പമ്പയിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ദർശനമെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ നമ്മൾ സന്നിധാനത്തിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. മെയിനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. അപ്പോൾ കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് രാവിലെ കഴിച്ചതാണ് പിള്ളേർ, വിശന്നിരിക്കുവാണ്. അങ്ങനെ പിള്ളേർ കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പമ്പയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് പമ്പയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ ആ സമയത്തും നല്ല തിരക്കുണ്ട്. ഇങ്ങോട്ട് ശബരിമല ദർശനത്തിന് വേണ്ടി വരുന്ന ആൾക്കാരുടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് തിരിച്ച് നമ്മൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നവരുടെ തിരക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കാണ്. അതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ ഈ അവധി ദിവസങ്ങൾ നോക്കി മാക്സിമം വരാതിരിക്കുക. അവധി ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കിൽ നമ്മൾ പെടും. അങ്ങനെ തിരിച്ച് നമ്മൾ പമ്പയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടെയാണ് വന്നത്. ആക്ച്വലി മുമ്പ് അനിയൻ വർക്ക് ചെയ്തിരുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ നമുക്കിവിടെ നിൽക്കാനുള്ള സൗകര്യമൊക്കെ കിട്ടിയായിരുന്നു. അങ്ങനെ അവരിവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ഫാമിലി എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു സ്റ്റേയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം. ഇവിടെയാണ് നമ്മളെ വെയിറ്റ് ചെയ്ത് നമ്മുടെ ഫാമിലി നിന്നത്. അപ്പോൾ ഈ കാണുന്നത് പമ്പയാണ്. നമ്മൾ ഈ സീസൺ സമയത്തൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാകും. അപ്പോൾ ഇത് സീസണൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ പമ്പയിൽ നല്ല വെള്ളം കുറവായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പമ്പയിൽ നിന്ന് തിരിച്ച് നമ്മളെ വീട്ടിലോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് മല ഇറങ്ങിയ സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു. ചെറുതായിട്ടൊന്നുമല്ല, അത്യാവശ്യം നല്ല മഴ പെയ്തു. അപ്പോൾ നമ്മൾ പമ്പയിലോട്ട് എത്തുന്നവരെ എന്തായാലും ദൈവം സഹായിച്ച് മഴയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്കാണ് നല്ലൊരു മഴ പെയ്തത്. എന്തായാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് എത്താൻ പറ്റി. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് മാലയൊക്കെ ഊരി അങ്ങനെ ഈ ഒരു മലകയറ്റം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പൂർണ്ണമാവുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. Thank you.